മറിയക്കുട്ടി ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ വീട്ടമ്മയാണ്. മറിയക്കുട്ടിക്കൊരു മകളുണ്ട്. മകളുടെ പേര് ലിൻസി എന്നാണ്. മകളുടെ പേര് ലിൻസി. ലിൻസി മാത്യു എന്നാണ് മറിയക്കുട്ടിയുടെ മകളുടെ മുഴുവൻ പേര്. ഞാൻ പറഞ്ഞ മറിയക്കുട്ടി വളരെ കഷ്ടപ്പെട്ട് കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടാണ്. കൂലിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയക്കുട്ടി സാധാരണ വീട്ടുജോലികളും അങ്ങനെയുള്ള ജോലികളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ലിൻസി അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും മകളെ പഠിപ്പിക്കണം, എങ്ങനെയെങ്കിലും മകളെ ഒരു നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ള ഒരു രീതിയിലേക്കായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ആയപ്പോൾ ഏകദേശം ആവറേജ് മാർക്കൊക്കെ ആയപ്പോഴേക്കും ലിൻസിയെ കുറച്ചുകൂടി എന്തെങ്കിലും പഠിപ്പിച്ചൊരു തൊഴിലിലേക്ക് എത്തിക്കണം, തൻ്റെ കൂലിപ്പണിയിലേക്ക് മകളെ. മറിയക്കുട്ടിക്ക് പറയത്തക്കതായിട്ടുള്ള വലിയ ആരുമില്ല, ഭർത്താവില്ല. ഭർത്താവ് ഉപേക്ഷിച്ച് ചെറുപ്പത്തിൽ, അതായത് ലിൻസിക്ക് 3 വയസ്സുള്ളപ്പോൾ മറിയക്കുട്ടിയെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്. മറിയക്കുട്ടി എറണാകുളം ജില്ലക്കാരിയാണ്. അങ്ങനെ മറിയക്കുട്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലിൻസി നഴ്സിങ്ങിനാണ് അയച്ച് പഠിപ്പിച്ചത്. ബാംഗ്ലൂരാണ് അഡ്മിഷൻ കിട്ടിയത്. അഡ്മിഷൻ ഫീയും മറ്റു കാര്യങ്ങളുമായിട്ട് നല്ല പൈസ വാങ്ങിയിരുന്നു, മീൻസ് ആവശ്യമായിരുന്നു. പലരോടും കടം വാങ്ങിയും പലിശ എടുത്തുമൊക്കെയാണ് മറിയക്കുട്ടി അഡ്മിഷൻ തന്നെ ശരിയാക്കിയ മകളെ ബാംഗ്ലൂരിലേക്ക് അയക്കുകയും ചെയ്തത്. അപ്പോൾ സാധാരണ വീട്ടുവേലയും സാധാരണ കൂലിപ്പണിയും ഒക്കെ ചെയ്താൽ 600-ഉം 700-ഉം അത്രയൊക്കെ പൈസ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ മറിയക്കുട്ടിക്ക്. അപ്പോൾ മറിയക്കുട്ടിയോട് ആരോ പറഞ്ഞു, മറിയക്കുട്ടി തടിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പൈസ കിട്ടും. പെണ്ണുങ്ങൾക്ക് 700 രൂപ 900 രൂപ വരെയൊക്കെ തടിപ്പണിക്ക് കൂലിയുണ്ട്, അപ്പോൾ തടിപ്പണിക്ക് പോകൂ എന്ന് പറഞ്ഞു. മറിയക്കുട്ടി നോക്കിയപ്പോൾ വേറെ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ മറിയക്കുട്ടി തടിപ്പണിക്ക് പോകാനായിട്ട് തുടങ്ങി. നമുക്കറിയാം, തടിപ്പണി എന്ന് പറഞ്ഞാൽ ചെറിയ കട്ടത്തടിയൊക്കെ ചുമക്കണം, ലോഡിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യണം. അതിനൊക്കെ നല്ല പണിയാണ്, ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണിയാണ്. പക്ഷേ മകളെ ഓർത്ത്, മകളുടെ ഭാവിയെ കരുതി മറിയക്കുട്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അത്ര കഠിനമായിട്ടുള്ള ആ ജോലി ചെയ്യാനായിട്ട് മറിയക്കുട്ടി തയ്യാറാവുകയായിരുന്നു. അമ്മയല്ലേ, മകളോട് സ്നേഹമാണ്. എല്ലാം കിട്ടുന്നതൊക്കെ ഓരോന്നും സ്വരുക്കൂട്ടി വെച്ച് മകൾക്ക് ബാംഗ്ലൂരിലേക്ക് അയച്ചു കൊടുക്കും. മകൾ ബാംഗ്ലൂർ നഴ്സിംഗ് പഠനത്തിന് പോയ മകൾ എന്തായിരുന്നു ചെയ്തതെന്നറിയാമോ? മറിയക്കുട്ടി ഇവിടെ തടി ചുമക്കുമ്പോൾ മകൾ അവിടെ മറ്റു പലതും ചുമക്കുകയായിരുന്നു. മറ്റു പലർക്കും വേണ്ടിയിട്ട് പലതും പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഗതികേടിലേക്ക് ലിൻസി എത്തിയിരുന്നു. കാരണം അവിടെ ചില ആളുകളുണ്ട്, അവരെ ഈ പാവപ്പെട്ട പെൺകുട്ടികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ചിട്ടാണ് അവൻ്റെ കണ്ണുകളാക്കുന്നത്. ലിൻസി ഓർമ്മ വെച്ച നാൾ മുതൽ ലിൻസി കാണുന്നതാണ് തൻ്റെ അമ്മ കഷ്ടപ്പെടുന്നതും, തൻ്റെ അമ്മ പണി ചെയ്യുന്നതും, ചോർന്നൊലിച്ച് വീടുകളിൽ കഴിയുന്നതും, ആഹാരത്തിന് വേണ്ടിയിട്ട് ഇരക്കുന്നതും, പല സംഗതികളും ലിൻസിയുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ലിൻസി കണ്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ വേഗം പണം സമ്പാദിക്കുവാനായിട്ട് ലിൻസി അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക തെറ്റിലേക്ക് വഴുതി മാറിപ്പോയതല്ല, അമ്മയെ ഒന്ന് സഹായിക്കുവാനായിട്ട്, ഒരു കൂര ഉണ്ടാക്കുവാനായിട്ട്, അമ്മയ്ക്കൊരു നല്ല തുണി വാങ്ങിച്ചു കൊടുക്കുവാൻ. മറിയക്കുട്ടി തടി ചുമന്നപ്പോൾ ലിൻസി മറ്റു പലതും ചുമന്ന് മറ്റു പല സ്ഥലത്തേക്കും പോയപ്പോൾ ലിൻസിക്ക് ലഭിച്ചത് കാരാഗൃഹമായിരുന്നു എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ഇത്തരത്തിലുള്ള ധാരാളം കുട്ടികളുണ്ട്. ഞാനൊരു വീഡിയോ